നല്ല സ്വാദുള്ള റവ റോസ്റ്റ് ഉണ്ടാക്കാം. 2 കപ്പ് റവ എടുക്കാം. ഈ കണക്കിന് ബാക്കി ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഇടിയപ്പപ്പൊടി, 1/2 കപ്പ് മൈദ. ഇത്രയൊന്ന് യോജിപ്പിക്കാം. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. വല്ലാണ്ട് ലൂസാവണ്ട. ഇപ്പൊ പാകത്തിന് വെള്ളം ചേർത്തു. പൊടികൾ നല്ലോണം കുതിർന്നിരിക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് അടച്ചിരിക്കട്ടെ. പച്ചമുളക് ഒരെണ്ണം പൊടിയായിട്ട് അരിഞ്ഞതുണ്ട്. ജീരകം 1 ടീസ്പൂൺ, സബോള ഇടത്തരം വലുപ്പത്തിലുള്ള ഒരെണ്ണം പൊടിയായി അരിഞ്ഞത്, 1 തണ്ട് കരുവേപ്പില നുറുക്കിയിട്ടുണ്ട്, 10-12 കുരുമുളക്, 1 ടീസ്പൂൺ മല്ലിയില നുറുക്കിയത്, ഇഞ്ചി 1.5 ടീസ്പൂൺ ചെറുതായിട്ട് നുറുക്കിയതാണ്, ക്യാരറ്റും നുറുക്കിയിട്ടുണ്ട് പൊടിയായിട്ട്, അത് 3 ടേബിൾ സ്പൂൺ വേണം. ഇപ്പൊ 15 മിനിറ്റ് ആയി. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, പഞ്ചസാര 2 ടീസ്പൂൺ. ഇനി മിക്സിയിൽ അടിച്ചെടുക്കാം. 1 കപ്പ് കട്ടത്തൈരും കൂടി ചേർക്കാം. ഇപ്പോൾ 2 സ്ട്രെച്ചായിട്ട് മിക്സിയിൽ അരച്ചതാണ്. പാകത്തിന് വെള്ളം ചേർക്കാം. മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർക്കാം. ദോശമാവിനേക്കാളും നല്ലോണം ലൂസ് ആവണം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാം. സബോള നുറുക്കിയത്, ഇഞ്ചി പൊടിയായിട്ട് നുറുക്കിയത്, പച്ചമുളക്, കുരുമുളക്, ക്യാരറ്റ്, മല്ലിയില, ജീരകം, കരുവേപ്പില നുറുക്കിയത്. ഇനി ഇളക്കി ചേർക്കാം നല്ലോണം. വെള്ളം ഇത്രയും കൂടി ചേർത്ത് ലൂസ്